ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് 9th പുതിയ ടെക്സ്റ്റിൽ 6th ചാപ്റ്റർ ആയിട്ട് വരുന്ന വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ കുറച്ച് വലിയ ചാപ്റ്ററാണ്. എന്നാൽ തന്നെ വലുതായിട്ട് കണ്ടന്റ് ഒന്നുമില്ല. അത്യാവശ്യം എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വർക്ക് ആൻഡ് എനർജി. ഈ ചാപ്റ്ററിലേക്ക് മെയിനായിട്ട് പറയുന്നത് എന്താണ് വർക്ക്, എന്താണ് എനർജി ആൻഡ് എന്താണ് പവർ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വർക്ക് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണ് ഫോഴ്സ് എന്നുള്ളതാണ്. ഫോഴ്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വർക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫോഴ്സ് നിങ്ങൾ പഠിക്കുന്നതാണ്, 8th പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ഓൺ എൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ പുഷ് ചെയ്യുകയോ പുള്ള് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആണ് നമ്മൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറയാം. അതായത് ബലം പ്രയോഗിച്ചു എന്ന് നമ്മൾ പറയാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ഓൺ എൻ ഒബ്ജക്റ്റ്. അതിനെ തന്നെ നമ്മൾ ഒന്ന് എലോബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ കട്ട് ഐഡിയ കിട്ടും ഫോഴ്സിനെ പറ്റിയിട്ടുള്ള. ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ദ പുഷ് or pull on an object that can cause change in its shape, size, state of motion or direction. അതായത് നമ്മൾ ഇപ്പം ഒരു ഒബ്ജക്റ്റിൽ പുഷ് ചെയ്തു അല്ലെങ്കിൽ പുള്ള് ചെയ്ത സമയത്ത് ആ ഒബ്ജക്റ്റിന് അവിടെ എന്തുണ്ടാകുന്നുണ്ട്, അതിൻ്റെ ഷേപ്പിലൊരു ചേഞ്ച്, ഷേപ്പിലൊരു മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ സൈസിലൊരു മാറ്റം വരുന്നുണ്ട്, ഓർ ദ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ ഒരു മാറ്റം വരുന്നുണ്ട്, ഓർ ഇൻ ദ ഡയറക്ഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷനിൽ ഒരു ചേഞ്ച് നമുക്ക് പുഷ് കൊണ്ടോ പുള്ള് കൊണ്ടോ വരുത്താൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ചേഞ്ചസ് വരുന്നത് എന്നാണ് പറയുന്നത്. ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൂവിങ് ഒബ്ജക്റ്റ്. ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ ചേഞ്ച് കൊടുക്കുന്നത് ഫോഴ്സ് കൊടുത്തിട്ട് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. സൈക്കിൾ ഉണ്ടല്ലോ, സൈക്കിൾ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടാണ് സൈക്ലിംഗ് ചെയ്യുന്നത്. അപ്പം ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സൈക്കിളിൻ്റെ ഡയറക്ഷൻ മാറ്റാമല്ലോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ക്രിക്കറ്റ് ബോൾ ഉണ്ട്, ബാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോൾ വരുന്നത് ഒരു ഡയറക്ഷനിലാണ്. നമ്മൾ ബാറ്റ് ചെയ്യുന്നപ്പോൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പം ആ ബോളിൻ്റെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് കൊടുത്തിട്ട് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. അത് തന്നെയാണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിർത്താൻ സാധിക്കുക, അതായത് റെസ്റ്റിലാക്കാൻ പറ്റുകയും റെസ്റ്റിലുള്ള ഒരു സാധനത്തിനെ മൂവ് ചെയ്യാനും നമുക്ക് ഈ ഫോഴ്സ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താലല്ലേ എനിക്ക് ഈ ട്രോളി, സ്റ്റേഷനറി ആയിട്ടുള്ള ട്രോളിന് ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ അത് മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ എനിക്ക് ഫോഴ്സ് കാരണം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എനിക്ക് ചേഞ്ച് ചെയ്യാം. ഈ ബോൾ കുറച്ചധികം ഫോഴ്സ് കൊടുത്ത്, അല്ലെങ്കിൽ ഈ ബോളിൽ ഞാൻ കുറച്ചധികം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്പീഡ് എന്താവുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ബോൾ തട്ടുകയാണെങ്കിൽ അതിനൊരു ലിമിറ്റഡ് സ്പീഡല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ നല്ല ഫോഴ്സിലാണ് അത് ബോൾ തട്ടുന്നതെങ്കിൽ അത് നല്ല ഡിസ്റ്റൻസിൽ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓഫ് മൂവിങ് ഒബ്ജക്റ്റ് ആൻഡ് ദ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിലോ സൈസിലും മാറ്റം വരുത്താം. സപ്പോസ് ഒരു ബോട്ടിലെടുത്തു, എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തു, ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിൽ എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ആസ് സച്ച് ആയിട്ട് അത് നിൽക്കുമോ, ഞാൻ ഫോഴ്സ് കൊടുക്കുമ്പം അത് കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഷേപ്പ് എന്താവുന്നുണ്ട്, ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പീസ് ഓഫ് ചോക്ക് എടുത്ത് ചോക്കിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ചോക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ചോക്കാണെങ്കിൽ, സപ്പോസ് ഇതിപ്പോൾ ഒരു വലിയ ചോക്കാണെങ്കിൽ ഞാൻ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആവുന്നുണ്ട്, 2 സ്മോൾ പീസസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ലോങ് പീസ് ഓഫ് ചോക്കിൻ്റെ സൈസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇതാണ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ദ പുഷ് ഓർ പുൾ ഓൺ ദ ഒബ്ജക്റ്റ് ദാറ്റ് ക്യാൻ കോസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഷേപ്പ്, സൈസ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ ഡയറക്ഷൻ. അപ്പോൾ ഇനി നമുക്ക്
വർക്കിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഫോഴ്സ് എന്താണെന്ന് അറിഞ്ഞോ, ഇനി നമുക്ക് എന്താണ് വർക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഡെയിലി ലൈഫ് കാണുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്നും എന്താണെന്ന് ഒന്ന് നോക്കാം. ഇവിടെ സിറ്റുവേഷൻ എയിൽ എന്താണെന്ന് വെച്ചാൽ ആ മാൻ എന്താണ് ലോഡിങ് എ ലോഡ്, ഒരു ലോഡ് ഈ ലോറിയിലേക്ക് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒരു വെയിറ്റ് ഒരു ലോറിയിലേക്ക് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ബി കേസ്, സെക്കൻഡ് കേസിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു ഹ്യൂജ് റോക്ക് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഹ്യൂജ് റോക്കിനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മാൻ ഉണ്ട്. ഇവിടെ ഒരു ട്രോളി ഇല്ലേ, ആള് ട്രോളി പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. എ മാൻ ഈസ് പുഷിങ് എ ട്രോളി. ദെൻ ഡി നമുക്ക് കാണാം, ഒരാൾ സ്റ്റാൻഡ് ചെയ്യാണ്, ഒരു ലോഡ് തലയിൽ വെച്ചിട്ട് ആൾ ആ പൊസിഷനിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി നമ്മൾ പല സ്ഥലത്തായിട്ട് കാണുന്ന ഒരു കോമൺ സിറ്റുവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ നോക്കാം, ഇവിടെ ടേബിൾ കാണാം. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പിക്ചർ ബേസ് ചെയ്തിട്ടാണ് ഈ ടേബിൾ വരുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ആ സിറ്റുവേഷൻസ് ആണ് ഫസ്റ്റ് കോളത്തിൽ എഴുതിയത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സിറ്റുവേഷൻ വേർ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, എവിടെയൊക്കെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി. ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറിയാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്കൻഡ് കേസ്, ട്രൈയിങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്. നമ്മൾ പറഞ്ഞു ട്രൈയിങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്, ഒരു വലിയ റോക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കേസ്, എ ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ ഒരു ട്രോളി പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ, എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ആള് ഒരു ലോഡ് തലയിൽ വെച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയും കേസസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ടേബിൾ നോക്കാം, കോളം നോക്കാം. ഒബ്ജക്റ്റ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻസ് കണ്ടു. ഇനി ഏത് ഒബ്ജക്റ്റിലാണ് നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ലോഡിങ് ഗുഡ് ഓൺ ടു എ ലോറി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ലോഡിലാണ്. ആ ലോഡ് തലയിൽ വെച്ചിട്ടാണ് ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ലോഡിലാണ്. ദെൻ നെക്സ്റ്റ് വൺ, ട്രൈയിങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്. ഒരു ഹ്യൂജ് റോക്ക് പുഷ് ചെയ്യുകയാണെങ്കിൽ ആളെന്താണ്, ആ റോക്കിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് റോക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ എ ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ട്രോളി പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആൾ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് എന്തിലായിരിക്കും? ട്രോളിയിലായിരിക്കും. ട്രോളിയിലാണ് അവിടെ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. എ മാൻ സ്റ്റാൻഡിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ആ ആള് ലോഡ് എവിടെയാണ് വെച്ചത്? തലയിൽ വെച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ലോഡിലാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ലോഡിലാണ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ, ഏത് ഒബ്ജക്റ്റിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടേബിൾ പറയുന്നത്. ദെൻ അടുത്ത ടേബിൾ വരുന്നത് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ഒബ്ജക്റ്റ്. അവിടെ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, സ്റ്റാർട്ടിങ്ങിൽ എവിടെയാണോ നിന്നിട്ടുള്ളത് അവിടെ നിന്ന് അതിനൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ നിന്ന് മാറിയിട്ടുണ്ടോ, അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ, പൊസിഷൻ മാറിയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ഈ ടേബിൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് അവരവിടെ കൊടുത്തിട്ടുണ്ട്, ലോഡിങ് എ ഗുഡ്സ് ഇൻ ടു ലോറി. ലോഡിങ് എ ഗുഡ്സ് ഇൻ ടു ലോറി എന്ന് പറയുമ്പം അവിടെ ഗുഡ്സ് എന്താണ്, താഴെ നിന്ന് എടുത്തിട്ട് ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോഡിന് എന്തുണ്ടായിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. യെസ്, അതവർ അവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. ട്രൈയിങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്. ഒരു ഹ്യൂജ് റോക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഈ ഹ്യൂജ് റോക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹ്യൂജ് റോക്കിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ? ഹ്യൂജ് റോക്കിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം നോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പൊസിഷനിൽ, ഇനീഷ്യൽ പൊസിഷനിൽ അതിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. ദ നെക്സ്റ്റ് കേസ്, എ ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിൽ ട്രോളി പുഷ് ചെയ്യുന്ന സമയത്ത് ആ ട്രോളിക്ക് പൊസിഷൻ ചേഞ്ച് ഉണ്ടാവുന്നില്ലേ? പുഷ് ചെയ്യുമ്പോൾ ട്രോളി നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക്
കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രോളിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. സോ യെസ്, എന്താവുന്നുണ്ട്? ആ ട്രോളി ഡിസ്പ്ലേസ് ആവുന്നുണ്ട്, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ദെൻ ലാസ്റ്റ് കേസ്, എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. അവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ലോഡിലാണ്. ഒരു മാൻ എന്ന് പറയുന്ന ലോഡ് വെച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലോഡിന് എന്തെങ്കിലും പൊസിഷൻ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ആൾ നടക്കുന്നില്ല, ലോഡ് വേറെ എവിടേക്കും മാറ്റുന്നില്ല, ജസ്റ്റ് സ്റ്റാൻഡ് ചെയ്യാണ്. ലോഡ് തലയിൽ വെച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ലോഡിന് എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ? അതിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. സോ ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദിസ് കേസ്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നില്ല. ദെൻ ലാസ്റ്റ് ടേബിൾ, ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ഡയറക്ഷനിലാണോ ഈ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത് എന്നുള്ളതാണ് അടുത്ത ടേബിൾ. സപ്പോസ് ഞാനിപ്പോൾ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെയാണോ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുള്ളത്? അതായത് ഞാൻ കൊടുക്കുന്ന ഡയറക്ഷൻ, ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പുഷോ പുള്ളോ ചെയ്യുന്ന ഡയറക്ഷൻ ആണോ ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ലാസ്റ്റ് ടേബിളിൽ പറയുന്നത്. സോ ഫസ്റ്റ് കേസിൽ ലോഡിങ് ഗുഡ്സ് ഇൻ ടു എ ലോറി, ആള് ആ ലോഡിനെ ലോറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോഡിന് ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിലാണ് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്, അത് മാറിയിട്ടുള്ളത്. ആൻഡ് ഇൻ ദ കേസ് എന്താണ്, ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്കിലെ, ഹ്യൂജ് റോക്കിൽ ഡിസ്പ്ലേസ്മെൻറ്റേ സംഭവിച്ചിട്ടില്ല. അപ്പം നമുക്കവിടെ എന്താ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിലാണോ എന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. സോ നോ. ദെൻ നെക്സ്റ്റ് കേസിൽ ട്രോളി പുഷ് ചെയ്തു. ട്രോളി പുഷ് ചെയ്യുന്നത് ആൾ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലായിരിക്കില്ലേ അത് പോവുക. നമ്മൾ അങ്ങോട്ടേക്കാണ് ട്രോളി തള്ളുന്നതെങ്കിൽ ആ ഡയറക്ഷനിലാണ് ട്രോളി പോകുന്നത്. നമുക്ക് നമ്മളെ അടുത്തേക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് കൊടുക്കുക. സോ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലാണ്. സോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആണ്, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ഡയറക്ഷനിൽ ആണ്. ലാസ്റ്റ് കേസിൽ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഏത് ഡയറക്ഷനിലാണ്, അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. സോ അതിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ഉണ്ടാകുന്നില്ല. സോ നോ. അപ്പോൾ നമുക്ക് ടേബിളിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ഫോഴ്സ് അപ്ലൈ നമ്മൾ ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തു, ചില ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി, ചില ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലാണെന്നും ചില സ്ഥലത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലായി. ഇനി വർക്ക് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. വർക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ സിറ്റുവേഷൻസ് നോക്കാം. സോ വർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, വർക്കിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വർക്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഈ ചാപ്റ്ററിലുള്ളത്. So, work is said to be done by a force if there is a displacement for the object in the direction of applied force. ഇതാണ് വർക്കിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് വർക്കിൻ്റെ ഡെഫിനിഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ, വർക്ക് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? വർക്ക് ചെയ്തു എന്ന് പറയുക എപ്പോഴാണ് എന്നുള്ളതാണ് പറയുന്നത്. ബൈ എ ഫോഴ്സ് if there is displacement for the object in the direction of applied force. ഇതാണ് ഡെഫിനിഷൻ. അതിലൊന്നുമില്ല, നമുക്കിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഡെഫിനിഷൻ ഒന്ന് പറയാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് കാണുന്നില്ലേ, ഒരു ടേബിൾ ഉണ്ട്, ടേബിളിൻ്റെ മുകളിൽ ഒരു ബോക്സ് ഉണ്ട്, അത് ടേബിൾ വെച്ചിട്ടാണുള്ളത്. ഞാൻ ഇപ്പോൾ സപ്പോസ് ഒരു ഫോഴ്സ് എഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് കൊടുക്കുന്നത്. ഈ ഡയറക്ഷനിൽ ഒരു എഫ് ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ, അതായത് ഈ ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ സമയത്ത് ഈ ഒബ്ജക്റ്റ് ഈ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഇതല്ലേ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എവിടെയാണോ ഉള്ളത്, നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള സ്ഥലമല്ലേ, അതാണ് ഇനീഷ്യൽ പൊസിഷൻ. ദെൻ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പൊസിഷൻ എന്താക്കി, ചേഞ്ച് ചെയ്തു. സോ ഈ പൊസിഷനിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തി. ഫോഴ്സ് കൊടുത്തിട്ടല്ലേ ഇതിന് ചേഞ്ച് ഉണ്ടായത്. അപ്പോൾ ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന്
അത് ഫൈനൽ പൊസിഷനിലേക്ക് മാറി. അറ്റ് ലാസ്റ്റ് ഇതിന് ഫോഴ്സ് കൊടുത്ത് ലാസ്റ്റ് ഇത് എത്തിയ പൊസിഷനാണ് ഫൈനൽ പൊസിഷൻ. അപ്പം ഇവിടെ എത്തി. അപ്പം ഇനീഷ്യൽ പൊസിഷൻ്റെയും ഫൈനൽ പൊസിഷൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക, സ്മോൾ എസ്. ദെൻ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാണ് ഇവിടെ വർക്ക് ചെയ്യപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അതിന് ഞാൻ ഈ ഡയറക്ഷനിലല്ലേ ഫോഴ്സ് അപ്ലൈ ചെയ്തത്? ഒബ്ജക്റ്റ് മാറിയിട്ടുള്ള പൊസിഷൻ എവിടെയാണ്? ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണല്ലോ. അപ്പം ഞാനിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഈ ഒബ്ജക്റ്റിന് എന്തുണ്ടായി? ഒരു ചേഞ്ച് ഇൻ പൊസിഷൻ ഉണ്ടായി, ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടായി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം ഞാൻ അവിടെ വർക്ക് ചെയ്തു. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. ഒരു വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റും. സോ വർക്ക് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ ആ വസ്തുവിന് ഒരു സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഞാൻ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. ഇനി ഒന്നുകൂടെ നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് വരികയാണെങ്കിൽ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് അതിന് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ബൈ എ ഫോഴ്സ് ഇഫ് ദർ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ പൊസിഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം, ചേഞ്ച് ഉണ്ടാവണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്മൾ ആദ്യം കണ്ട സിറ്റുവേഷൻസ് ഇല്ലേ, നമുക്ക് നോക്കാം. ആ സിറ്റുവേഷനിൽ ഏതൊക്കെയാണ് വർക്ക് ചെയ്യപ്പെട്ട സിറ്റുവേഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ വേർ വർക്ക് ഈസ് ഡൺ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ വേർ വർക്ക് ഈസ് നോട്ട് ഡൺ. വർക്ക് ചെയ്യപ്പെട്ടതും വർക്ക് ചെയ്യപ്പെടാത്ത സിറ്റുവേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം, വർക്ക് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം, ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ത് വേണം? ഡിസ്പ്ലേസ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഈ ടേബിൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ലോഡിങ് ഗുഡ് ഓൺ ടു എ ലോറി. ലോറിയിൽ ലോഡ് ചെയ്യുക, ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് നമ്മൾ ലോറിയിലേക്ക് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ലോഡിലേക്ക്. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിനെന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണോ? ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, ആൻഡ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് അതിന് ഡിസ്പ്ലേസ്മെൻറ്റും സംഭവിച്ചിട്ടുള്ളത്. സെക്കൻഡ് കേസിൽ നോക്കാം, അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. സോ ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇല്ല. സോ അപ്പോൾ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് കേസ്, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, ആൻഡ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ആൻഡ് ദ ലാസ്റ്റ് കേസ് എന്താണ്? ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യണമെന്ന് പറയണമെങ്കിൽ, വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ആൻഡ് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വർക്ക് ചെയ്യപ്പെട്ട സിറ്റുവേഷനും വർക്ക് ചെയ്യപ്പെടാത്ത സിറ്റുവേഷനും എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ വർക്ക് ചെയ്യപ്പെട്ട സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് സിറ്റുവേഷൻ എ ഉണ്ട്, അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആൻഡ് ദിസ് ലോഡ് ഇസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ദെൻ ബി കേസ് ഉണ്ട്, ബി കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമുക്ക് നോക്കാം.
ഫസ്റ്റ് കേസ് എന്താണ്? സിറ്റുവേഷൻ എയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ലോഡ് ട്രാൻസ്ഫർ ചെയ്തതാണ്, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, സോ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞു, ഒരു റോക്ക് പുഷ് ചെയ്യുന്നതാണ്. റോക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, റോക്കിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നില്ല, സോ വർക്ക് ഈസ് നോട്ട് ഡൺ. അപ്പോൾ ഇവിടെ ബി സിറ്റുവേഷൻ വരും. ഇനി നമുക്ക് നോക്കാം സിറ്റുവേഷൻ സി നമ്മൾ ഡിസ്കസ് ചെയ്ത്, എ ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ട്രോളി പുഷ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ്. ട്രോളി പുഷ് ചെയ്യുന്ന സമയത്ത് ട്രോളിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് സംഭവിക്കുന്നുണ്ട്, സോ വേർ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ, വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ വേർ വർക്ക് ഈസ് നോട്ട് ഡൺ. അത് ലാസ്റ്റ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞ, ഒരാൾ ലോഡ് തലയിൽ വെച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഡി. അവിടെ എന്ന് പറയുമ്പോൾ ലോഡ് താങ്ങി നിർത്താൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ലോഡിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നില്ല. അവിടെ അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല, സോ വർക്ക് ഈസ് നോട്ട് ഡൺ. ഇത്രയാണ് സിറ്റുവേഷൻ വേർ എ ആൻഡ് സിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. വേർ ബി ആൻഡ് ഡി there is no displacement in the direction of applied force, so work is not done. ഈ സിറ്റുവേഷൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് വർക്ക് മെഷർ ചെയ്യാന്നാണ് പറയുന്നത്. എല്ലാ വർക്കും ഒരുപോലാണോ? ഇപ്പോൾ ഒരാൾ കൂടുതൽ വർക്ക് ചെയ്തു, കുറച്ച് വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ ഈ വർക്കിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് വർക്ക് മെഷർ ചെയ്യുക, വർക്കിനെ മെഷർ ചെയ്യാൻ എന്തൊക്കെ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ നോക്കിയിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ കുറച്ച് വർക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ മെഷർ ഓഫ് വർക്ക്. നമുക്ക് ആദ്യം ഈ പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ നമുക്ക് കാണാം, ഒബ്സർവ് ദ സിറ്റുവേഷൻ. 2 സിറ്റുവേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെപ്പിക്റ്റഡ് ഇൻ ദ ഫിഗർ വേർ ആൻ അറ്റൻഡർ ഷിഫ്റ്റ്സ് പേഷ്യൻ്റ് ഇൻ ടു എ ഡിസ്റ്റൻസ് ഓഫ് 10 meter along a level വരാന്ത. സോ ഇവിടെ 2 സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. അറ്റൻഡർ 2 പേഷ്യൻസിന്, വീൽ ചെയറിൽ 2 പേഷ്യൻസിന് 10 meter ലോങ് വരാന്തയിലേക്കൂടെ കൊണ്ടുപോവുകയാണ്. 10 meter ലോങ് വരാന്തയിൽ 2 പേരെയും കൊണ്ടുപോവുകയാണ്. വീൽ ചെയറിൽ സെയിം അറ്റൻഡർ 2 പേരെയും ഈ ഒരു 10 meter ലോങ് വരാന്തയിൽ കൊണ്ടുപോകുന്നതാണ് ഈ സിറ്റുവേഷൻ. Here the applied force varies according to the weight of the patient, isn't it? എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ 2 പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെ വെയിറ്റിനനുസരിച്ച് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് വർക്ക് വാരി ചെയ്യില്ലേ? അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇവരെ വെയിറ്റിനനുസരിച്ച് വാരി ചെയ്യില്ലേ? സപ്പോസ് ഈ ഒരു ഗ്രാൻഡ് മദറിന് എന്ന് പറയുമ്പോൾ, ഈ അമ്മൂമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഇയാളെക്കാളും കുറവാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് കുറവാണ്, ഇയാൾക്ക് വെയിറ്റ് കുറച്ച് കൂടുതലാണെന്ന് കരുതിക്കോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീൽ ചെയർ തള്ളുന്ന സമയത്ത് ആരേതായിരിക്കും എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുക? 2 ഒരുപോലെയാണോ? ഞാൻ ഒരേ വർക്ക് അപ്ലൈ ചെയ്താൽ മതിയോ? ഞാൻ ചെയ്യുന്ന വർക്ക് ഒരേപോലെ ആയിരിക്കുമോ? 2 സിറ്റുവേഷനിലും 2 വർക്കാണ് ചെയ്യുന്നത്. അതായത് ഇവരെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എന്താവുന്നുണ്ട്? ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇവരെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളെ വർക്കിൻ്റെ മെഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. സോ ഇവിടെ നോക്കാം, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദ വീൽ ചെയർ ഇൻക്രീസസ് ആസ് ദ പേഷ്യൻസ് വെയിറ്റ് ഇൻക്രീസസ്. അതായത് നമ്മളെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വെയിറ്റ് കൂടിയ ആളെ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ, ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് മാക്സിമം വേണ്ടി വരും കമ്പയർ ടു വെയിറ്റ് കുറവുള്ള ആളെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ഇവിടെ ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വെയിറ്റ് ആണ്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പേഷ്യൻസ് ഓൺ ദ വീൽ ചെയർ ആർ ടു ബി ഷിഫ്റ്റഡ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 10 meter. 10 meterലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ ഫോഴ്സ് ഓഫ് 40 Newton ഈസ് to be applied on the wheelchair in situation 1. 40 Newton in situation 1. 40 Newton ആണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് സിറ്റുവേഷൻ 1-ൽ. അതായത് ഫസ്റ്റ് പേഷ്യൻറ്റിൽ ആളെ വെയിറ്റ് എന്താണ്? കുറവാണ്. അപ്പം ഞാൻ 40 Newton ഫോഴ്സ് കൊടുത്താൽ തന്നെ എനിക്ക് എന്താക്കുക? ഫസ്റ്റ് സിറ്റുവേഷൻ 1-ൽ ആളെ ഡിസ്പ്ലേസ് ചെയ്ത് 10 meter ലോങ് വരാന്തയിൽ കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് 70 Newton in situation 2.
അതായത് രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് 70 ന്യൂട്ടൺ ആണ്. 70 ന്യൂട്ടൺ കൊടുത്താൽ മാത്രമേ എനിക്ക് ആ ആളെ എന്താക്കാൻ പറ്റൂ, 10 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് സാധിക്കും. അതായത് 10 മീറ്റർ ലോങ് വരാന്തയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ആളെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ദാറ്റ് മച്ച് ഫോഴ്സ് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് 70 ന്യൂട്ടൺ. In both cases, the wheelchair was taken to the same speed along the same path. അതായത് രണ്ട് കേസിലും ഞാൻ ഒരേ സ്പീഡിലും ഒരേ പാത്തിലുമാണ് രണ്ടുപേരെയും കൊണ്ടുപോകുന്നത്. സ്പീഡ് സെയിം ആണ്, ഒരേ പാത്താണ്, 10 മീറ്റർ ഡിസ്റ്റൻസിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വീൽ ചെയർ ഇസ് ആൾസോ സെയിം. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും എന്താണ്, സെയിം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 10 മീറ്റർ. രണ്ടിലും എന്താണ്, സെയിം ആണ്, 10 മീറ്റർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സെയിം സ്പീഡാണ്, സെയിം പാത്താണ്. ഇവിടെ ഓൺലി ഡിഫറൻസ് എന്താണ്, ഫോഴ്സ് ആണ്. സിറ്റുവേഷൻ 1 ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്, സിറ്റുവേഷൻ 1 ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ. അത്രയും മതി. അത്രയും ഫോഴ്സ് കൊടുത്താൽ എനിക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇൻ സിറ്റുവേഷൻ 2 എന്താണ്, സിറ്റുവേഷൻ 2 ജസ്റ്റ് 40 ന്യൂട്ടൺ കൊണ്ട് എനിക്ക് ആളെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. സിറ്റുവേഷൻ 2 എനിക്ക് 70 ന്യൂട്ടൺ ഫോഴ്സ് വേണം, എന്നാൽ മാത്രമാണ് ആളെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്, ബട്ട് ഫോഴ്സ് എന്താണ്, വാരി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സപ്പോസ് ഈ എക്സാമ്പിൾ വേണ്ട, ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടേബിൾ നമ്മളെ ഫ്രണ്ടിലുണ്ട്. ആൻഡ് ഒരു വെയിറ്റ് ഉള്ള ഒരു വുഡൻ ടേബിൾ ഉണ്ട് എന്ന് വെച്ചോ. അപ്പം എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടേബിൾ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. ഞാൻ ജസ്റ്റ് ഒന്ന് തള്ളിയാൽ തന്നെ അതെന്താവുന്നുണ്ട്, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൊസിഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഒരു വുഡൻ ടേബിൾ എനിക്ക് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ചധികം ഫോഴ്സ് അപ്ലൈ ചെയ്യണ്ടേ. കുറച്ചധികം ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമല്ലേ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുള്ളൂ. സോ ആ ഒബ്ജക്റ്റിൻ്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ടെന്നാണ് ഈ സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് നോക്കാം, ഇൻ വിച്ച് സിറ്റുവേഷൻ വാസ് മോർ വർക്ക് ഡൺ ആൻഡ് വൈ. ഏത് സിറ്റുവേഷനിലാണ് മാക്സിമം വർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ഫോഴ്സ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, സിറ്റുവേഷൻ 2 അല്ലേ. സോ മാക്സിമം വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് എവിടെയായിരിക്കും, സിറ്റുവേഷൻ 2. എന്തുകൊണ്ടാണ് സിറ്റുവേഷൻ 2 എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ആയിട്ടുള്ളത്, അതിന് കാരണം എന്താ, സിറ്റുവേഷൻ 2 ഗ്രേറ്റർ ആവാനുള്ള കാരണം ആളുടെ വെയിറ്റ് കൂടുതലാണ്. ആൻഡ് വെയിറ്റ് കൂടിയതുകൊണ്ട് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലാണ്. സോ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഹയർ. അതായത് ഫസ്റ്റ് കേസിൽ 40 ന്യൂട്ടൺ മതി, സെക്കൻഡ് കേസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് എത്രയാണ്, 70 ന്യൂട്ടൺ ആണ്. നമ്മൾ അപ്ലൈഡ് ഫോഴ്സസ് ഹയർ ആണ്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് മാക്സിമം ആണ്. Then second question, here which factor influence the quantity of work done. ഇവിടെ നമ്മളെ ക്വാണ്ടിറ്റി ഏത് ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. വർക്ക് കൂടുതൽ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്തു എന്ന് പറയാൻ അവിടെ ഏത് ഫാക്ടർ ആണ് കൂടുതലുള്ളത്, ഫോഴ്സ് ആണോ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ പറഞ്ഞത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, ദാറ്റ് ഈസ് 10 മീറ്റർ. പക്ഷെ ഫോഴ്സ് എന്താണ്, വാരി ചെയ്യുന്നുണ്ട്. അവരെ വെയിറ്റ് വാരി ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സ് വാരി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ 1 നമ്മൾ 40 ന്യൂട്ടൺ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സിറ്റുവേഷൻ 2 നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് 70 ന്യൂട്ടൺ ആണ്. സോ ഇവിടെ നമ്മൾ ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഏതാണ്, ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന ഫാക്ടറാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, സെയിം തന്നെയാണ് രണ്ട് കേസിലും, പക്ഷേ അപ്ലൈഡ് ഫോഴ്സ് വാരി ചെയ്തിട്ടുണ്ട്. സോ ക്ലിയർ ആണല്ലോ. ദെൻ സെയിം സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വന്നിട്ടുള്ളത്. ഇഫ് ദ പേഷ്യൻ്റ് ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ ഹാസ് ടു ബി ഷിഫ്റ്റഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 20 മീറ്റർ
under the same condition the quantity of work done will increase. അതായത് സെയിം സിറ്റുവേഷൻ 2-ലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സെയിം ആളെ തന്നെ നമ്മളൊരു 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് ആദ്യം നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളത്. എത്രയായിരുന്നു? 10 മീറ്റർ ആയിരുന്നു. ഇവിടെ നമ്മൾ ഒരു 20 മീറ്റർ ഡിസ്റ്റൻസിലേക്കാണ് ഇയാൾ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് സെയിം ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് വർക്ക് ഡൺ ഇൻക്രീസ് ചെയ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ എക്സാമ്പിൾ അവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഒരു ടേബിൾ. ഞാനൊരു വുഡൻ ടേബിൾ എടുത്തു. എനിക്കതൊരു 10 മീറ്റർ ലോങ് ആണ്. ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഡിസ്പ്ലേസ് ചെയ്യേണ്ടത്. ഞാൻ വർക്ക് അപ്ലൈ ചെയ്തു, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു, വർക്ക് ചെയ്തു. സെയിം ടേബിൾ തന്നെ എനിക്ക് ഒരു 20 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതിയേ. നിങ്ങൾ ഈ സിറ്റുവേഷൻ കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവും. സോ നിങ്ങൾ ഒരു ടേബിൾ എടുക്കുന്നു, ദെൻ 10 മീറ്റർ ചെയ്തു നോക്കുന്നു. സെയിം ടേബിൾ തന്നെ നിങ്ങൾ 20 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വർക്ക് ചെയ്ത രീതിയിൽ ഫീൽ ചെയ്യല്ലോ. ഞാൻ കുറച്ചധികം വർക്ക് ചെയ്തു എന്ന് തോന്നൂലേ? നിങ്ങൾ കുറച്ചുകൂടെ ക്ഷീണിക്കല്ലോ. അതായത് നിങ്ങൾക്ക് വർക്ക് കൂടുതൽ ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ? കുറച്ചധികം ദൂരം ഡിസ്പ്ലേസ് ചെയ്തു, കുറച്ചധികം ഡിസ്റ്റൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്താവുന്നുണ്ട്? വർക്ക് ഡൺ ഇൻക്രീസ് ചെയ്യൂലേ? നമ്മൾ ചെയ്യുന്ന വർക്ക് ഇൻക്രീസ് ചെയ്യല്ലോ. ഇൻക്രീസസ്, ഇറ്റ് വിൽ ഇൻക്രീസസ്. ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ വിൽ ഇൻക്രീസ് എന്നാണ് ചോദിച്ചത്. യെസ്, എന്താണ്? അത് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഹിയർ വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ? ഇവിടെ എന്ന് പറയുന്നത് ആൾ സെയിമാ. ആളെന്താ? 70 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, വെയിറ്റ് കൂടിയിട്ടുള്ള ആളാണ്. ആളെ ഞാൻ 10 മീറ്ററും ഡിസ്പ്ലേസ് ചെയ്തു, 20 മീറ്ററും ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്താ? 70 ന്യൂട്ടൺ തന്നെ. ആളെ വെയിറ്റിനനുസരിച്ചുള്ള ഫോഴ്സാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത് എന്തിനാ? ഡിസ്പ്ലേസ്മെൻറ്റാ. ഫസ്റ്റ് കേസ് ഞാൻ 10 ആണെങ്കിൽ 20 ആണ് കൂടുതൽ ചെയ്തത്. അപ്പം 20 ചെയ്തപ്പോൾ എന്താണ്? ഞാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് മാക്സിമം ആണ്. സോ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടുത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദെൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ 2 കേസ് പറഞ്ഞു. ഇനി ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക് ഡൺ ആണ് പറയുന്നത്. വർക്ക് ഡണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. നമുക്ക് ഈ സിറ്റുവേഷൻ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. എന്ത്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ഫോഴ്സ് സപ്പോസ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ കൂടുതൽ തന്നെയായിരിക്കും. നമ്മൾ പറഞ്ഞു 40 ന്യൂട്ടൻ്റെ കേസ്, 70 ന്യൂട്ടൻ്റെ കേസും പറഞ്ഞു. 70 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ എന്താവുന്നുണ്ട്? വർക്ക് ഡൺ കൂടുന്നുണ്ട്. സോ ഫസ്റ്റ് ഫാക്ടർ ഈസ് ഫോഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ 2 ഫാക്ടറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോഴ്സ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സുമാണ് വർക്ക് ഡണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടർ. അതായത് വെയിറ്റിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മാറിയപ്പോൾ എന്താ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുന്ന സമയത്ത് വർക്ക് ഡൺ കൂടുന്നുണ്ട്. ഫോഴ്സ് കൂടുതൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിങ് മാറുന്നതിനനുസരിച്ചും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ദ 2 ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ വർക്ക് ഡൺ. ഒരു വർക്ക് ചെയ്യുമ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടർ എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെയിറ്റ് കുറഞ്ഞൊരു സ്പോഞ്ച് എനിക്ക് എടുത്തിട്ട് വേറൊരു പൊസിഷനിലേക്ക് വെക്കണം. ഒരു സ്പോഞ്ച് എടുത്തിട്ട് എനിക്കൊരു 10 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് മാറ്റി വെക്കണം. അതേ സ്ഥാനത്ത് ഒരു ഹ്യൂജ് സ്റ്റോൺ എടുത്തിട്ട് എനിക്കൊരു പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യണം, 10 മീറ്ററിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യണം. സോ ഫസ്റ്റ് ഫോഴ്സ്, വെയിറ്റ് മാറുമ്പോൾ നമ്മൾ ഫോഴ്സ് കൂടുതൽ കൊടുക്കണം. ഫസ്റ്റ് കേസിൽ ഫോഴ്സ് കൂടുതൽ കൊടുക്കണം. സെയിം കേസിൽ എനിക്ക് സ്പോഞ്ച് ഒരു 10 മീറ്റർ മാറ്റി വെക്കണം. സ്പോഞ്ച് വേണ്ട, ഒരു ഹ്യൂജ് റോക്ക് ഒരു 10 മീറ്റർ മാറ്റി വെക്കണം. അതേ സ്ഥാനത്ത് എനിക്കത് ഒരു 20 മീറ്റർ മാറ്റി വെക്കണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അധികം വർക്ക് ചെയ്യണം. അപ്പം ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ദ 2 ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ വർക്ക് ഡൺ. വർക്ക് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടർ എന്ന് പറയുന്നത് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി വർക്കിൻ്റെ
ഡെഫിനിഷനാണ് നമ്മൾ ഒന്നുകൂടെ പറയുന്നത്. വർക്ക് ഈസ് മെഷേർഡ്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള. വർക്ക് ഈസ് മെഷേർഡ് ആസ് ദ, വർക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വർക്ക് ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. വർക്ക് മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. വർക്ക് ഡൺ വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. പ്രോബ്ലം ചോദിക്കും, ഡെഫിനിഷൻ ചോദിക്കും, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കും, പ്രോബ്ലം ആയിട്ട് വരാം, അല്ലെങ്കിൽ വർക്കിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. സോ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്കിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ W ആണ്. ദെൻ ഫോഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ F ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സ്മോൾ s. W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പ്രോബ്ലംസ് വരാൻ വർക്ക് എന്താണെന്നുള്ളത് ചോദിച്ചാൽ ജസ്റ്റ് ഡെഫിനിഷൻ എഴുതുക, കൂടെ ഈ ഇക്വേഷൻ കൂടെ മസ്റ്റായിട്ട് എഴുതണം. ആൻഡ് ദ പ്രോബ്ലം ചോദിച്ചാൽ ഇക്വേഷൻ മസ്റ്റായിട്ട് എഴുതണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഒന്ന് ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തത്. വർക്ക് ഡൺ ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള മീനിങ്ങിലാണ്. പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജെക്റ്റ്, ആൻഡ് നമ്മൾ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സും അതായത് അത് ഡിസ്പ്ലേസ് ആയിട്ടുള്ള ദൂരത്തിൻ്റെ മെഷറാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് W ഈക്വൽ ടു F ഇൻറ്റു S. ഇനി നമ്മൾ യൂണിറ്റ് ഓഫ് വർക്കാണ് നോക്കാൻ പോകുന്നത്. വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. സോ വെൻ ഫോഴ്സ് F ന്യൂട്ടൺ ഈസ് കണ്ടിന്യൂസ്ലി അപ്ലൈഡ് ഓൺ എ ബോഡി. F ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ അറിയുന്നതാണല്ലോ. വെൻ ഫോഴ്സ് ഓഫ് F ന്യൂട്ടൺ ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആൻഡ് ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈഡ് ഫോഴ്സിൽ ഉണ്ടാവുകയാണ്, ദാറ്റ് ഈസ് S. ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് S, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു S മീറ്റർ. S മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ നമ്മളിവിടെ പറഞ്ഞു F ന്യൂട്ടൺ കണ്ടിന്യൂസ്ലി ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് S മീറ്റർ ആയിരിക്കും ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് S മീറ്റർ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ യൂണിറ്റിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് ആയിരിക്കുമല്ലോ. കാരണം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ ആൻഡ് ദ യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മീറ്റർ. റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ എം വെച്ചിട്ടാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് വർക്ക് എന്തായിരിക്കും? ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കുക, വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് ചോദിക്കുക, ഓർ പ്രോബ്ലം ചോദിക്കുക. പ്രോബ്ലം ചോദിച്ചിട്ട് വർക്ക് ഡൺ കണ്ടെത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് യൂണിറ്റ് ഇടണം. യൂണിറ്റ് ഇട്ടാൽ മാത്രമേ കറക്റ്റ് ആൻസർ ആവുകയുള്ളൂ. ജസ്റ്റ് വാല്യൂ കണ്ടെത്തിയോണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് കൂടെ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മൾട്ടിപ്പിളാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റിൻ്റെയും മൾട്ടിപ്പിൾ ആണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദെൻ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്.
ക്ലിയർ? ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഈ ന്യൂട്ടൺ മീറ്ററിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ജൂൾ. ജൂൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ജെ. സോ SI യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ജൂളാണ്. ആൻഡ് ന്യൂട്ടൺ മീറ്ററിന് നമുക്ക് പറയാം SI യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജൂൾ ആൻഡ് റെപ്രസെൻറ്റഡ് ഇൻ ക്യാപിറ്റൽ ജെ. ആൻഡ് ന്യൂട്ടൺ മീറ്റർ നമുക്ക് യൂണിറ്റ് ആയിട്ട് പറയാം. SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ആൻഡ് 1000 ജൂൾ ഈസ് ഈക്വൽ ടു 1 കിലോ ജൂൾ. 1000 ജൂൾ എന്ന് പറയുന്നത് 1 കിലോ ജൂളിന് ഈക്വൽ ആണ്. അതിവിടെ തന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യേണ്ടത് എന്താണ്? SI യൂണിറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കിലോ ജൂളിലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത്. 1000 ജൂൾ ഈസ് ഈക്വൽ ടു 1 കിലോ ജൂൾ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ ആൻഡ് റെപ്രസെൻറ്റഡ് ഇൻ ക്യാപിറ്റൽ ജെ. ഇനി നമുക്കിവിടെ നോക്കാം. ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ. നമ്മളിപ്പോൾ പറഞ്ഞു പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റിനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റിനും എന്താണ്? ഈക്വൽ ആണ്. സോ ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ന്യൂട്ടൺ മീറ്റർ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ജൂൾ ഇൻ SI യൂണിറ്റ്. എന്താണ് SI യൂണിറ്റിൽ പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? ജൂൾ. ആൻഡ് ഈസ് നെയിംഡ് ഇൻ ദ ഹോണർ ഓഫ് സയൻറ്റിസ്റ്റ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ഈ ജൂൾ എന്നുള്ള നെയിം കൊടുത്തത് ഈ സയൻറ്റിസ്റ്റിനൊരു ഹോണറായിട്ടാണ്. നമ്മൾ എന്ത് വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് ജൂൾ എന്ന് കൊടുത്ത് ജൂൾ എന്നുള്ള നെയിം വരാനുള്ള കാരണം ഈ ഒരു സയൻറ്റിസ്റ്റിന് ഒരു ഹോണർ കൊടുക്കുന്നതായിട്ടാണ് നമ്മളവിടെ SI യൂണിറ്റിന് ജൂൾ എന്ന നെയിം കൊടുത്തിട്ടുള്ളത്. ദെൻ ന്യൂട്ടൺ മീറ്റർ യൂണിറ്റ് ആണ്. ദെൻ ന്യൂട്ടൺ മീറ്റർ ഈസ് ഈക്വൽ ടു ജൂൾ which is represented in capital J, which is the SI unit of work done. അതായത് വർക്ക് ഡണ്ണിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ജൂൾ തന്നെ SI യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ കൊടുക്കണം. അല്ലാത്ത കേസിൽ ന്യൂട്ടൺ മീറ്റർ കൊടുത്താലും തെറ്റല്ല. ജൂൾ എന്നാണ് നമ്മൾ SI യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇഫ് എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. അതാണ് കൊടുത്തിട്ടുള്ളത്. 1 മീറ്റർ മൂവ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഇഫ് എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ മൂവ്സ് ആൻ ഒബ്ജക്റ്റ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള 1 മീറ്റർ ആണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ് അലോങ് എ ഹൊറിസോണ്ടൽ സർഫേസ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. നമ്മളോട് ചെയ്തിട്ടുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം W എന്ന് പറയുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് അത് രണ്ടും തന്നിട്ടുള്ളത് SI യൂണിറ്റ് തന്നെയാണ്. നമുക്കത് ആദ്യം എടുത്തത് W ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ കാണാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് W ഈക്വൽ ടു F ഇൻറ്റു S. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷനാണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? എല്ലാം എഴുതുന്നതിന് മുന്നേ ഇക്വേഷൻ എഴുതിയിരിക്കണം. ദെൻ നമുക്ക് വേണ്ട 2 കാര്യം എന്താ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടിയാലല്ലേ വർക്ക് ഡൺ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഫോഴ്സ് എത്രയാണെന്നുള്ളത് ആദ്യം എടുത്ത് എഴുതുക. ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ന്യൂട്ടൺ അല്ലേ? അതിവിടെ എഴുതിയിട്ടുണ്ട്. 1 ന്യൂട്ടൺ എഴുതി. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് S അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് S എത്രയാണ്? ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. 1 മീറ്റർ യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഗിവൺ ഇൻ SI യൂണിറ്റ്. SI യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വർക്ക് ഡൺ ആണ് കാണേണ്ടത്. ഞാൻ വർക്ക് ഡൺ കാണണമെങ്കിൽ എനിക്കിവിടെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും മൾട്ടിപ്പിൾ ആണ്. സോ ഫോഴ്സ് ഞാൻ എടുത്തെഴുതി 1 ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 1 മീറ്റർ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1. ഞാൻ 1 എന്ന് മാത്രം എഴുതിയാൽ അത് വർക്ക് ഡൺ ആവുമോ? എനിക്ക് മാർക്ക് കിട്ടുമോ?
ഇല്ല. അപ്പം ഞാൻ വർക്ക് ഡൺ കണ്ടെത്തിയ ജസ്റ്റ് ഈ വാല്യൂ മാത്രം പോരാ, വർക്ക് ഡണ്ണിൻ്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം? യൂണിറ്റ് മസ്റ്റ് ബി ഗിവൺ. യൂണിറ്റ് കൊടുത്താൽ മാത്രമേ അത് വർക്ക് ഡൺ ചെയ്തതിൻ്റെ എമൗണ്ട് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. സോ ഫോഴ്സിൻ്റെ വാല്യൂ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ചെയ്താലാണ് നമുക്ക് വർക്ക് കിട്ടുക. സോ 1 × 1 1 ജൂൾ. ഹിയർ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു 1 ജൂൾ. നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. ഇഫ് എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട്, നമ്മളിവിടെ കൊടുത്ത 1 ന്യൂട്ടണാണ്. അപ്പോൾ ഇഫ് എ ഫോഴ്സ് 1 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട് ആൻഡ് ദ ഒബ്ജെക്ട് ഡിസ്പ്ലേസ്ഡ് ബൈ 1 meter in the direction of force, then work done on the object by the force is 1 joule. ഒന്നുമില്ല. ആ ഡെഫിനിഷൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റിനെ 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെയ്തിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് 1 ജൂൾ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയാണ്. അപ്പോൾ 1 ജൂൾ വർക്ക് ഡൺ ചെയ്തു എന്ന് പറയുന്ന കേസ് എപ്പോഴാണ്? 1 ന്യൂട്ടൺ ഓഫ് ഫോഴ്സും 1 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 ജൂൾ വർക്ക് ചെയ്തു എന്ന് പറയാം. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. 1 ന്യൂട്ടൺ ഫോഴ്സ്, 1 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1 ജൂൾ. 1 ജൂൾ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് എന്താണ് വർക്ക് എന്നുള്ളതാണ്. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചാൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുക? വർക്ക് ചെയ്തു എന്ന് പറയുള്ളൂ. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? വർക്കിൻ്റെ മെഷർ ചെയ്യുക എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഹൗ എന്താണ് വർക്ക് മെഷർ ചെയ്യുന്നത്? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. W ഈസ് ഈക്വൽ ടു FS. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക് എന്താണ്? 2 ഫാക്ടറാണ് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. 2 ഫാക്ടർ, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. W ഈസ് ഈക്വൽ ടു F × S എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ജൂൾ. ആൻഡ് ജൂൾ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ക്യാപിറ്റൽ J ആൻഡ് ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. ദ SI യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. അപ്പോൾ വർക്ക് എന്താണ്? ഫാക്ടർ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? മെഷർ എങ്ങനെയാണ്? വർക്കിൻ്റെ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു FS ആൻഡ് ദ യൂണിറ്റ് ഓഫ് വർക്ക് ദാറ്റ് ഈസ് ജൂൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു.